അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ അവസ്ഥ ഇതാണ്. ഞാൻ കഴിഞ്ഞൊരു താളി ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരുപാട് മുടി ഉണ്ടായിരുന്നെന്ന്. പിന്നെ പോസ്റ്റ് പാർട്ടം ഹെയർ ഫോൾ എന്നെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഹെയർ ഫോൾ വന്നു. ക്യാൻസർ ആണോ എന്ന് തോന്നിപ്പോകുന്ന പോലെയായിരുന്നു കേട്ടോ നമ്മുടെ ഹെയർ ഫോള്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എന്നോട് ഇനി മുടി വളരാൻ പാടാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് പോലെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് ഉള്ളിലോട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല മുടി വളരാനായിട്ട്. അപ്പോൾ പുറമേ ഉള്ള എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുടിയുടെ നീളം ഒന്ന് നോക്കുന്നുണ്ട്. മീൻസ് വളരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ നോക്കിയപ്പം 24 സെൻറ്റിമീറ്ററാണ് എൻ്റെ കാണിക്കുന്നത്. ആദ്യം ഞാനൊരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാമെന്നോർത്താൽ. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമ്മുടെ തലയിൽ തേക്കാൻ പറ്റുന്ന ഒരു ചൂടിന് ഞാൻ ആ പാത്രം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ പാരച്ചൂട്ടിൻ്റെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം തലയോട്ടി ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടിയുടെ അറ്റത്തും ഒക്കെ തേക്കുന്നുണ്ട്. ഇതുപോലെ തലയിലെല്ലാം ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഞാൻ എല്ലായിടത്തുമായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടിയുടെ അറ്റത്തേക്കും ഒക്കെ തേക്കുന്നുണ്ട്. ഇതുണ്ട് അവസാനമൊക്കെ എൻ്റെ മുടിയുടെ അറ്റൊരു വാലുകൂട്ടം കിടക്കുന്നത്. ഇതാണിപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ. അപ്പോൾ അതിന് ശേഷം ഞാനൊരു മസാജ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നൊരു സംഭവം അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊന്ന് മസാജും കൂടെ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്കൊരു 10-15 മിനിറ്റ് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. മസാജ് എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ മുടി കെട്ടി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം എന്നെപ്പോലെ ഹെയർ ഫോളൊക്കെ ഉള്ളവർ, പോസ്റ്റ് പാർട്ടം ഹെയർ ഫോൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഒന്ന് ചെയ്ത് നോക്കാവേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.